നമസ്കാരം, ഞാൻ ഡോക്ടർ അനൂപ് തോമസ്, എറണാകുളത്ത് ആസ്റ്റർ മെഡിസിറ്റിയിൽ ന്യൂറോ സ്പൈൻ സർജനായി വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന അവസ്ഥയെക്കുറിച്ചാണ്. നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുള്ളതും പ്രയോഗിച്ചിട്ടുള്ളതുമായ ഒരു വാക്കാണ് സ്പോണ്ടൈലോസിസ്. എന്താണ് ആക്ച്വലി സ്പോണ്ടൈലോസിസ്? നമ്മുടെ നട്ടെല്ലിനുണ്ടാകാവുന്ന ഡിസ്ക്, എല്ല്, ലിഗമെന്റ് ഇവയ്ക്കുണ്ടാകാവുന്ന വ്യത്യാസങ്ങളെയാണ് സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത്. പ്രായമാകുമ്പോൾ നമ്മുടെ മുടി നരയ്ക്കുന്നത് പോലെ, അഥവാ വളരെയധികം പ്രായമാകുമ്പോൾ തൊലിയിൽ ചുളിവ് വീഴുന്നത് പോലെ, നമുക്ക് പ്രായത്തിനനുസരിച്ച് ഡിസ്കിലും നട്ടെല്ലിലും കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നു. ഇവയുടെ എല്ലാം ആകത്തുകയാണ്, അല്ലെങ്കിൽ ഇവയുടെ എല്ലാം ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്പോണ്ടൈലോസിസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കിത് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഡിസ്കിന് രണ്ട് ഭാഗങ്ങളുണ്ട്. അകത്തുള്ള ന്യൂക്ലിയസ് പൾപ്പോസസ്, പുറത്തുള്ള ആനുലസ് ഫൈബ്രോസസ്. ഈ ന്യൂക്ലിയസ് പൾപ്പോസസിൽ വളരെയധികം ജലാംശമുണ്ട്. ഈ ജലാംശം പ്രായത്തിനനുസരിച്ച് കുറഞ്ഞു വരുന്നു. ഓരോരുത്തരുടെ ജനിതകമായിട്ടുള്ള പ്രത്യേകതകളും അവർ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളും അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളും ഇവയ്ക്ക് കാരണമാക്കാം. ചിലരിൽ ഈ പ്രക്രിയ നേരത്തെ ഉണ്ടാകുന്നു, ചിലരിൽ ചിലപ്പോൾ വളരെ പതുക്കെ ഉണ്ടാകാം. അപ്പോൾ ഈ ജലാംശം കുറയുമ്പോൾ അതിനനുസരിച്ച് ഡിസ്കിന്റെ ഹൈറ്റിന് കുറവ് വരും. അതേപോലെ ഡിസ്കിന്റെ ഹൈറ്റിന് കുറവ് വരുമ്പോൾ അതിന്റെ ചുറ്റുവട്ടമുള്ള ഫേസഡ് ജോയിന്റ്, അതേപോലെ നട്ടലിലെ എല്ലുകൾ, ലിഗമെന്റ് ഇവയ്ക്ക് കൂടുതലായി സ്ട്രെയിൻ വരും. അപ്പോൾ അതിന്റെ ഭാഗമായി ശരീരം അതിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നു. ചിലപ്പോൾ ജോയിന്റിൽ ഉണ്ടാകാവുന്ന ചേഞ്ചസ്, ചിലപ്പോൾ ലിഗമെന്റിൽ ഉണ്ടാകാവുന്ന ചേഞ്ചസ്, ഇവയെല്ലാം കൂടെ കൂടിച്ചേർത്ത് പറയുന്ന ഒരു ടേമാണ് സ്പോണ്ടൈലോസിസ്. ഇനി എന്താണ് ഈ സ്പോണ്ടൈലോസിസിന്റെ നമുക്കുള്ള പ്രാധാന്യം? ഓരോരുത്തർക്കും പ്രധാനമായും 3 രീതിയിലാണ് സ്പോണ്ടൈലോസിസിന്റെ ലക്ഷണങ്ങൾ വരിക. ചിലർക്ക് നട്ടെല്ലിൽ വേദന മാത്രം വരാം. അപ്പോൾ കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ റെസ്റ്റിലും ഇതേ വേദന വന്നെന്നിരിക്കാം. കൂടുതലായി മസിലുകളിൽ അനുഭവപ്പെടുന്നു, മസിലുകൾക്ക് കൂടുതൽ സ്ട്രെയിൻ വരുന്നു, അനങ്ങുമ്പോൾ വേദന കൂടുതൽ തോന്നുന്നു. ഇവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ചിലപ്പോൾ കുറെ കാലത്തേക്ക് വേദന ഇല്ലാതിരിക്കാം, ചിലപ്പോൾ ഒരു സമയത്ത് കുറച്ചധികം വേദനയുള്ള ഒരു കാലയളവ് ഉണ്ടാകാം. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഇതിൻ്റെ അകത്ത് വരാം. എങ്കിലും വളരെയേറെ പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയല്ല ഈ വേദന. അതിനായി കൃത്യമായ എക്സർസൈസുകളും മസിലുകളെ ബലപ്പെടുത്തുകയും ചെയ്താൽ മതിയാവും. ഇനി സ്പോണ്ടൈലോസിസിന്റെ രണ്ടാമത്തെ ലക്ഷണം കൈകളിലേക്ക് പടരുന്ന വേദനയാണ്. എന്തുകൊണ്ടാണ് വേദന കൈകളിലേക്ക് പടരുന്നത്? നമ്മുടെ കൈയുടെ മസിൽസും അതേപോലെ സെൻസേഷൻസും സുഷുമ്ന നാഡിയിൽ നിന്ന് വരുന്ന ഞരമ്പുകളിൽ കൂടിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഓരോ ലെവലിലും ഇറങ്ങി വരുന്ന നെർവുകൾ ഓരോരോ ഫങ്ഷൻസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ കൈ പൂർണ്ണമായും അനങ്ങുന്നത്. തോളനക്കുന്ന മസിലുകൾ, അതേപോലെ കൈമുട്ടിന്റെ മുന്നോട്ടും പുറകോട്ടുമുള്ള ചലനങ്ങൾ, അതേപോലെ റിസ്റ്റിന്റെ മൂവ്മെന്റ്, അതേപോലെ കൈയുടെ വിരലുകളുടെ അനക്കം, ഇവയെല്ലാം ഓരോരോ ലെവലിൽ നിന്നും വരുന്ന മസിലുകളുടെ ഫങ്ഷനാണ്. ഈ ഓരോ ലെവലിലും പ്രവർത്തനത്തിനുള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ, അഥവാ ഈ ഓരോരോ ലെവലിലും ഞരമ്പിന് കംപ്രഷൻ വരുമ്പോൾ ഈ മസിലുകളുടെ പ്രവർത്തനത്തെയും ഈ ഏരിയയിലുള്ള സെൻസേഷൻസിനെയും ഇത് ബാധിക്കാം. ഇതിനാണ് റാഡിക്കുലർ പെയിൻ എന്ന് പറയുന്നത്. ചില പ്രത്യേക മൂവ്മെന്റിൽ അനുഭവപ്പെടുന്ന വീക്ക്നെസ്, ബലക്കുറവ്, ചിലപ്പോൾ ഫോൺ ഒരു പൊസിഷനിൽ പിടിക്കാനുള്ള ഒരു ബലക്കുറവ്, ചിലപ്പോൾ കൈ ഉയർത്തി വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇവയും സ്പോണ്ടൈലോസിസിന്റെ ലക്ഷണങ്ങളാണ്. ഇവ ഞരമ്പിന്റെ കംപ്രഷൻ അഥവാ ഞരമ്പിലുണ്ടാകാവുന്ന സമ്മർദ്ദം കൊണ്ട് വരുന്ന ലക്ഷണങ്ങളാണ്. ഇനി മൂന്നാമത്തെ ലക്ഷണം നമ്മുടെ സ്പൈനൽ കനാലിന്റെ നടുവിൽ കൂടി പാസ് ചെയ്യുന്ന സുഷുമ്ന നാഡി, ഇവ പ്രസ്സാകുമ്പോൾ അതിന്റെ താഴോട്ടുള്ള ചലനങ്ങൾ എല്ലാം അഫക്റ്റഡ് ആകുന്നു. അപ്പോൾ കഴുത്തിന്റെ മുകളിലെ ലെവലിൽ ഇവ പ്രസ്സായാൽ കൈയുടെയും കാലിന്റെയും ചലനങ്ങൾ അഫക്റ്റ് ആകുന്നു. ചിലപ്പോൾ ഇത് വളരെ പതുക്കെ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് ലക്ഷണങ്ങൾ അത്ര പ്രകടമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ നടക്കാനുള്ള ബുദ്ധിമുട്ട്, സ്പീഡിൽ നടക്കാനുള്ള ബുദ്ധിമുട്ട്, പടികൾ കയറാനുള്ള ബുദ്ധിമുട്ട്, അതേപോലെ കാലിനൊരു വഴക്കക്കുറവ്, ചെരിപ്പിടാൻ പറ്റായിക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലക്ഷണങ്ങളിൽ ആരംഭിച്ച് അവ ക്രമേണ വർദ്ധിക്കുന്നതായി കാണാം. മിക്കവാറും പ്രായമുള്ളവരിൽ ഉണ്ടാകാവുന്ന ഒരു ലക്ഷണമാണിത്. ഇതിനെയാണ് സെർവൈക്കൽ സ്പോണ്ടൈലോട്ടിക് മൈലോപ്പതി എന്ന് പറയുന്നത്. അതായത് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് മൂലം ഉണ്ടാകാവുന്ന സ്പൈനൽ കോഡിന്റെ പ്രവർത്തനത്തിലുള്ള അപാകത. ഇത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറി ഇൻ സ്ലോ മോഷൻ എന്നുള്ള ഒരവസ്ഥയാണ്. അതായത് നമ്മുടെ സുഷുമ്ന നാഡിക്ക് ഡാമേജ് പറ്റുന്നു. അത് വളരെ പതുക്കെ ആയതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. ചിലപ്പോൾ അങ്ങനെയുള്ളവരിൽ പെട്ടെന്ന് കുറെ നാളൊരു അവസ്ഥയിൽ സ്റ്റേബിൾ ആയിരുന്നതിന് ശേഷം പിന്നീട് ഫംഗ്ഷൻ കുറഞ്ഞ് പിന്നീട് അവരുടെ ഒരു പ്രവർത്തനത്തിന് അപാകത കണ്ടുവരുന്നു. അതേപോലെ യൂറിൻ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെയധികം നേരം പിടിച്ചു നിർത്താനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും കാണാറുണ്ട്. വളരെ പതുക്കെയുള്ള ഒരു പ്രോഗ്രഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മളിത് അറിഞ്ഞ് എന്നിരിക്കില്ല. അതിന്റെ കൂടെ തന്നെ നമ്മുടെ സെൻസേഷൻ സംവഹിക്കുന്ന നെർവ്സും കൂടെ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് തറയിൽ ചവിട്ടുന്ന ഒരു സെൻസേഷൻ അറിയാതെ പോകുന്നു, വീഴാനുള്ള ഒരു ടെൻഡൻസി കൂടുന്നു. ഇവയും സെർവൈക്കൽ സ്പോണ്ടൈലോട്ടിക് മൈലോപ്പതിയുടെ ലക്ഷണങ്ങളാണ്. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ഏറ്റവും കൂടിയ കേസുകളിൽ
നമ്മൾക്ക് ഓപ്പറേഷൻ വേണ്ടി വരാറുണ്ട്. പക്ഷേ ഇത് വേണ്ടിവരുന്നത് എങ്ങനെ എന്നുള്ളത് ആളിന്റെ ഫിസിക്കൽ എക്സാമിനേഷൻ പരിശോധനയിലും ആളിന്റെ സ്കാനിൽ കാണുന്ന ഫൈൻഡിങ്സും ഇവയെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മുടെ ഒരു ക്ലിനിഷ്യൻ ഡോക്ടർ എടുക്കുന്ന ഒരു തീരുമാനമാണ്. സെൻസറി സിംറ്റംസ്, അതായത് മരവിപ്പ്, തരിപ്പ് അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ നമ്മൾ കൂടുതലായും ഫിസിയോതെറാപ്പിയും മെഡിക്കൽ മാനേജ്മെന്റുമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുക. മരവിപ്പ് കുറയ്ക്കുന്ന മരുന്നുകൾ, കഴുത്തിന്റെ എക്സർസൈസുകൾ, ഇവ മൂലം നമുക്ക് രോഗത്തിന്റെ പ്രോഗ്രഷൻ നല്ലൊരു ശതമാനം വരെ പിടിച്ചു നിർത്താൻ പറ്റുന്നതാണ്. പക്ഷേ ബലക്കുറവ് വന്നാൽ പിന്നീട് നമ്മൾ സർജറിയാണ് ആശ്രയിക്കേണ്ടി വരിക. അപ്പോ കഴുത്തിലെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണോ അതിനനുസരിച്ച് അവയ്ക്കുള്ള ചികിത്സാ രീതികളും വ്യത്യാസപ്പെട്ടു വരും. കഴുത്തിന്റെ ഫ്രണ്ടിൽ നിന്നോ ബാക്കിൽ നിന്നോ ഉള്ള ഓപ്പറേഷൻ വേണ്ടി വരാറുണ്ട്. ചില രോഗികളിൽ കൈയിലേക്കുള്ള ഞരമ്പുകൾ ആണ് കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടാൽ ആ ഞരമ്പ് പോകുന്ന വഴിയിൽ പ്രഷർ ഉണ്ടാക്കുന്ന ഡിസ്കിനെ നമുക്ക് ഒരു കീഹോൾ സർജറി കൂടെയോ അല്ലെങ്കിൽ ഡിസ്കെക്ടമി ആൻഡ് ഫ്യൂഷൻ എന്നീ സർജറികളിൽ കൂടെയോ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളെ ഒരു ന്യൂറോ വിദഗ്ധൻ, ന്യൂറോളജിസ്റ്റോ ന്യൂറോ സർജനോ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് അസുഖമുണ്ടോ, ഉണ്ടെങ്കിൽ അതുണ്ടാക്കാവുന്ന ഘടകങ്ങൾ എന്താണ്, അവയ്ക്ക് മെഡിക്കൽ മാനേജ്മെന്റ് ആണോ, ഫിസിയോതെറാപ്പി ആണോ, അതോ സർജിക്കൽ ട്രീറ്റ്മെന്റ് വേണ്ടതാണോ എന്ന് അവർക്ക് നിങ്ങളെ ശരിയായി നിർദ്ദേശിക്കാൻ പറ്റുന്നതായിരിക്കും. താങ്ക് യു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.